ഒരു ഇൻ്റർവ്യൂവിലും എന്നോട് ഇതുവരെ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ബിടെക് കഴിഞ്ഞ സമയത്ത് ഓട്ടോകാഡിൻ്റെ ഒരു കോഴ്സിന് പോയി, അതിനുശേഷം MEPക്ക് പോയി. അങ്ങനെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കരിയറിലേക്ക് എത്തുന്നത്. ക്വാണ്ടിറ്റി സർവേയിൽ സൈറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ ഷോക്കേസ് ചെയ്യുന്നൊരു സംഭവമാണ് CV. ആ CVയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ റിസ്ക്, ആ പ്രൊഫഷൻ ഈ രീതിയിൽ പോയ ഇന്ന റിസ്കുകളുണ്ട്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുന്നത് ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ്. അതെ. ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിയറ്റ്നാം പോഡ്കാസ്റ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് ആക്ച്വലി കുറച്ച് സ്പെഷ്യലാണ്. കാരണം മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്നത്തെ ഗസ്റ്റ്. കൂടാതെ നമ്മുടെ സിയറ്റ്നാൻ്റെ co-founder ആൻഡ് ഡയറക്ടർ, മോറോവർ എൻ്റെ ബ്രദർ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ പോഡ്കാസ്റ്റ് കുറച്ചുകൂടെ സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം ഈ ഒരു ഗസ്റ്റിനെ എൻ്റെ സക്സസ് ജേണിയിൽ ഏറ്റവും അടുത്തറിയാവുന്നൊരു പേഴ്സൺ കൂടിയാണ് ഞാൻ. ഇൻവൈറ്റിംഗ് മുഹമ്മദ് താജ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ താജ് സാറിൻ്റെ ജേണി ആക്ച്വലി കുറച്ചുകൂടി അടുത്തറിയാവുന്നൊരു പേഴ്സണാണ്. ബിടെക് സിവിൽ പഠിച്ച് ഒരു ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞിട്ട് GCCയിലേക്ക് പോയി. ബട്ട് ഇന്നിപ്പോൾ ഒരു എടെക് കമ്പനി സിയറ്റ്നാൻ്റെ co-founderആയിട്ട് നിൽക്കുന്നു. ഹൗ വാസ് ദ ജേണി? നമ്മുടെ ഈ ഒരു ജേണി ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ഹാർഡ് വർക്കുകളുണ്ട്. ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായും. അതായത് ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബിടെക്കിൽ ആദ്യം മുതലേ എനിക്ക് ടീച്ചിങ്ങിനോടും ഒക്കെ ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ബിടെക് കഴിഞ്ഞ് QS കഴിഞ്ഞ് ഞാൻ പുറത്ത് ഖത്തറിലേക്ക് പോകുന്ന സമയത്ത്, ഞാൻ നാട്ടിലൊന്നും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, നേരെ ഡയറക്റ്റ് ഖത്തറിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീമാണ് എന്ത്, എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത്, സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ ബിടെക്കിൽ പഠിച്ച കാര്യങ്ങളും ഒക്കെ ഒരു സ്റ്റുഡൻസിന് കുറച്ച് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം എന്നുള്ളൊരു താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ പക്ഷേ അതെനിക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ നോളേജ് വേണം, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. പുറത്തേക്ക് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്പനിയിൽ കയറി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അതിന് വേണ്ട അവിടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഡാറ്റ കളക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ഡ്രോയിങ്സും ഡാറ്റാസും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ആക്കും എന്നുള്ളതിനെ ഞാൻ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ടേം, അങ്ങനെയുള്ളൊരു സംഭവമൊന്നും മനസ്സിലില്ല. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതോ അതിനെക്കുറിച്ചൊന്നും മനസ്സിലില്ല. പക്ഷേ പിന്നീട് ഇപ്പോഴാണ് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്. അതായത് അന്നത്തെ ഒരു ടൈം പീരീഡിൽ ചെയ്തത് ഇതായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അന്ന് ഞാൻ ചെയ്തത് മാനിഫെസ്റ്റേഷൻ ആണല്ലോ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പോൾ അതിനുശേഷം ഒരു 10 വർഷ കാലയളവിൽ ഞാൻ എന്താ പറയുക, ഓരോ കാര്യങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ട ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. അതിന് വേണ്ട സിലബസ് സെറ്റ് ചെയ്തു. സിലബസ് സെറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. കാരണം അന്ന് എൻ്റെ കയ്യിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ആക്കാനുള്ള പൈസ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു റൂം എടുക്കാൻ എത്രയാവും നോക്കി, സർട്ടിഫിക്കേഷൻ എന്ത് കൊടുക്കണം നോക്കി, ഓരോ ആളുകളുമായിട്ട് ഇരുന്നു, മീറ്റിങ്ങിനിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഇതിന് ഒന്ന് ജോയിൻ ചെയ്യിക്കാൻ പറ്റുമോ, എൻ്റെ അതേ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ ഒപ്പം കൂട്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തു, ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു, ഒരുപാട് ഡിസ്കഷൻസ് നടന്നു. പക്ഷേ അറ്റ് ദ എൻഡ് എന്താ സംഭവിച്ചത്, ഞാനിത് കാര്യമാണ് എന്ന് തോന്നുമ്പോൾ പല ആളുകളും എന്ത് ചെയ്യും, ഇല്ല താജ് അത് ശരിയാവില്ല, നമുക്കത് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പോകും. അപ്പോൾ കുറച്ച് കാലം അവരെൻ്റെ കൂടെ ഉണ്ടാവും, പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സ് മടുക്കാതെ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവുകയുണ്ടായി. പിന്നീട് ഞാൻ എൻ്റെ എന്താ പറയുക, ഓഫീസിൽ നിന്നും റൂമിലേക്കുള്ള യാത്രയിൽ ഞാൻ കാറിൽ പോകുന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാറുണ്ട്. ഡ്രൈവിംഗ് സമയത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ മനസ്സിൽ ഞാൻ ഇമാജിൻ ചെയ്യും ഞാൻ ഇങ്ങനെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കും. അപ്പോൾ ഈ സിലബസ് ഇങ്ങനെ ആ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന് ഒരുപാട് അപ്ഡേഷൻസിൻ്റെ അവസാനമാണ് എന്ത് ചെയ്തത്, എന്നെ ഒരു ടീം
ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തു. താജ്, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സിയറ്റ്ന എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. സോ കറൻ്റ്ലി വി ആർ ഹാവിങ് ഓൺലി 2 കോഴ്സസ്, 2 കോഴ്സ് നമ്മുടെ കയ്യിലുള്ളൂ, ലാൻഡ് സർവേ ആൻഡ് GIS. അപ്പോൾ ഈ കോഴ്സിലേക്ക് നമുക്ക് പുതുതായിട്ടൊരു സംഭവം ആഡ് ചെയ്യണം, QS എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു, എനിക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ പോയത്. അങ്ങനെ ഏകദേശം അവരെന്നെ ഒരു 6 മാസം 7 മാസത്തോളം അവരെന്നെ ഫോളോ അപ്പ് ചെയ്തു. താജ് എന്താണ് ഡെസിഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. പിന്നീടാണ് എനിക്ക് തോന്നിയത് ബെറ്റർ ഞാൻ എൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസും അവരുടെ മാർക്കറ്റിംഗ് സ്കില്ലും പാടെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്കത് പ്രോപ്പറായിട്ട് വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും തോന്നി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഞാൻ താജ് എന്ന് പറയുന്ന വ്യക്തി സിയറ്റ്നയായിട്ട് കൊലാബറേറ്റ് ചെയ്യുന്നു. പക്ഷേ സിയറ്റ്നയായിട്ട് കൊലാബറേറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് തോട്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി ഈ ഒരു തോട്ട് വന്നപ്പോഴേ സിലബസും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ടുള്ള പേരും എല്ലാം സെറ്റായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ലാക്ക് ചെയ്തിരുന്നൊരു സംഭവം എന്താണ്, എനിക്കൊരു മാർക്കറ്റിംഗ് സ്കില്ല് അതിലേക്ക് ആ ഒരു സമയത്ത് എക്സിക്യൂഷൻ പീരീഡിലേക്ക് വരുന്ന സമയത്ത് ടെക്നിക്കൽ ഏരിയയിൽ ടെക്നിക്കൽ ഏരിയയിൽ ഞാൻ സ്ട്രോങ് ആണ്, എൻ്റെ സിലബസ് കാര്യങ്ങളിലെല്ലാം ഞാൻ സ്ട്രോങ് ആണ്. പക്ഷേ ഇതിനെ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ അതിൽ വന്നേക്കാം എന്ന് തോന്നി. അപ്പോഴാണ് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്തത്, അവരുമായിട്ട് ഞാൻ അങ്ങനെയാണ് കൊളാബ് ചെയ്യുന്നത്. ഒരു ജേണി ബ്രീഫായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ ബിടെക് പഠിക്കുന്ന പലവർക്കും ക്വാണ്ടിറ്റി സർവേ അവർക്കൊരു ചെറിയൊരു പോർഷൻ അവർക്ക് ഉണ്ട്, അവരുടെ ബിടെക്കിൽ സിലബസിലുണ്ട്. ബട്ട് നമുക്കൊന്ന് വളരെ ഷോർട്ടായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി ക്വാണ്ടിറ്റി സർവേ? ഒരു കൺസ്ട്രക്ഷൻ ഇൻഫ്ര ഒരു ഡെവലപ്മെൻറ്റിൽ ഈ ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്ന ഒരു ജോബ് റോൾ എന്താണ് ആക്ച്വലി, അതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ക്വാണ്ടിറ്റി സർവേയിങ് നമ്മൾ ബിടെക്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമയിൽ ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കുന്നുണ്ട്, അതൊരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഓക്കെ, അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു വലിയൊരു റോള് ക്വാണ്ടിറ്റി സർവേസിന് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നല്ലൊരു റോൾ ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അതായത് ബിടെക്കിലെ ചെറിയൊരു പോർഷന് ഒരു കൺസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ക്വാണ്ടിറ്റി സർവേ, സ്റ്റാർട്ട് ടു എൻഡ്. അതായത് ഒരു പക്ഷേ ആദ്യം ആ പ്രോജക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ആളും അവസാനം ഇറങ്ങി പോകുന്ന വ്യക്തിയും ക്വാണ്ടിറ്റി സർവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ പേര് പോലെ തന്നെ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി എടുക്കല് മാത്രമാണോ? അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ക്വാണ്ടിറ്റി സർവേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു പ്രോജക്റ്റിൻ്റെ, ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ആ പ്രോജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, കോസ്റ്റ്, കോൺട്രാക്ട്സ്, ഫിനാൻസ്, ഈ 4 കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. സോ നമുക്കതിനെ ജസ്റ്റ് പെട്ടെന്ന് ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹൂ മാനേജസ് ക്വാണ്ടിറ്റി, കോസ്റ്റ്, ഫിനാൻസ്, കോൺട്രാക്ട്സ്, ഈ 4 കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയാം. പക്ഷേ ഈ 4 ജസ്റ്റ് ഒരു ചെറിയ ടേംസ് അല്ല ഈ പറഞ്ഞതൊന്നും, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു QS ആയിട്ടൊരു പ്രൊഫഷനിലേക്ക് എൻ്റർ ആയ ഒരാൾക്ക് അയാളുടെ ഒരു ജോബ് റോൾ വളരെ ബ്രീഫായിട്ട് പറയാൻ പറ്റുക. ഒരു കമ്പനിയിൽ അയാൾ കയറി അയാൾക്ക് എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, ഒരു ബ്രീഫായിട്ട് അവരുടെ ഒരു കമ്പനിയിലുള്ള ജോബ് റോൾസ്? അതിപ്പോൾ നമുക്കതിനെ ഒരു ബ്രീഫായിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ പല ലെവൽസ് ഉണ്ട്, ലൈക്ക് ക്ലയൻറ്റ്, PMC, ഡിസൈൻ കൺസൾട്ടൻറ്റ്, മെയിൻ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞ് പല ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതാണ്. അത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും എൻട്രി ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺട്രാക്ടർ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു QSനെ സംബന്ധിച്ച് അയാളുടെ ജോബ് റോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മെയിൻ കോൺട്രാക്ടറിലേക്ക് പോകുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, കൺസൾട്ടൻറ്റിലേക്ക് പോകുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ PMCയിൽ ഡിഫറെൻ്റ് ആണ്, ക്ലയൻറ്റ് സൈഡിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഏരിയയിലും ജോബ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഒരു പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എൻട്രി ലെവൽ QSന്, ഇപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ സിയറ്റ്നയിലെ കോഴ്സും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എൻട്രി ലെവൽ QSന് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു QS ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരാൾ എങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്, എവിടെയാണ് അയാളുടെ പ്ലേസ്ഡ് ആവുക, ഓക്കെ, അതായത് ഒരു സബ് കോൺട്രാക്ടർ സൈഡിലാണോ അല്ലെങ്കിൽ മെയിൻ കോൺട്രാക്ടർ സൈഡിലാണോ, എവിടേക്കാണ് ഇയാൾക്ക് ഫസ്റ്റ് എൻട്രി കിട്ടാൻ സാധ്യതയുള്ളത്, ആ രീതിയിലാണ് കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എന്താണ്, ജസ്റ്റ് അവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, ആ കാര്യങ്ങളെക്കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കുന്നു. ഓക്കെ, ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ആൾക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ കോഴ്സ് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. ഇനി നമ്മളിതിൻ്റെ സ്കിൽസ് ഏരിയയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു
ക്വാണ്ടിറ്റി സർവേർ എന്താന്നുള്ളത് പറഞ്ഞു. അതേപോലെ അവരുടെ ജോബ് റോൾസ് ഇപ്പോൾ താജ് സാർ പറഞ്ഞ പോലെ പല സെക്ടേഴ്സിലും അത് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്കൊരു ക്വാണ്ടിറ്റി സർവേർക്ക് എസെൻഷ്യലി ആയിട്ട് വേണ്ട സ്കില്ലുകൾ എന്തായിരിക്കും? ക്വാണ്ടിറ്റി സർവേർക്ക് വേണ്ട സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഡ്രോയിങ്സ് റീഡ് ചെയ്യാനുള്ള സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് റീഡ് ചെയ്യാനുള്ള സ്കില്ല്, അതായത് നമുക്ക് പല ടൈപ്പ് ഡ്രോയിങ്സ് വരും. ഓക്കെ, ഈ ഡ്രോയിങ്സിനെ എല്ലാം എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് റീഡ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, മസൂൺ ടവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഖത്തറിൽ. വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഒരു സ്ലാബ് നമുക്ക് തോന്നും ക്വാണ്ടിറ്റി എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ലാബ് അത്രയും കോംപ്ലിക്കേറ്റഡ് സ്ലാബാണ്. അതായത് പല ലെവൽസിൽ വരുന്ന സ്ലാബാണ്. പല ലെവൽസിൽ വാൾസ്, ബീംസ്, കോളംസ് എല്ലാം പല ലെവൽസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ, ആ ഒരു സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി മാത്രം ഞാനൊരു 3 days സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡ്രോയിങ്സ് എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഡ്രോയിങ് റീഡ് ചെയ്യാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്യുറസി. കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ജസ്റ്റ് നെവർ മൈൻഡ് ആക്കിയിട്ട് വിടാൻ പാടില്ല. കാരണം ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമ്മളെ പ്രോജക്റ്റിനെ ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ, ഒരു ഡെസിമൽ മാറിയാൽ നമുക്ക് ഭയങ്കരമായ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്കില്ല്, അതായത് നമ്മുടെ ഓരോ പല മാനേജ്മെൻറ്റ് ലെവലിലുള്ള പല ആളുകളുമായിട്ടും പുറത്തുള്ള ആളുകളുമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം, പ്രോപ്പറായിരിക്കണം. പിന്നെ നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, നെറ്റ്വർക്കിംഗ് സ്കില്ലാണ്. ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും അതിനെ റീറ്റെയിൻ ചെയ്യാനുള്ള സ്കില്ല്. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ആളുകളെ പരിചയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, പക്ഷേ ആ ഒരു നെറ്റ്വർക്ക് ചെയ്തൊരു വ്യക്തിയെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് നിർത്തണം. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ അഞ്ചാമത് സോഫ്റ്റ്വെയറിലെ സ്കില്ലാണ്. ഓക്കെ, സോഫ്റ്റ്വെയറിലെ സ്കില്ല് വേണം പ്രോപ്പറായിട്ട്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ ആ സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് ഞാൻ വരാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പറയാം. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, നമ്മുടെ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി സർവേ, നമ്മളിപ്പോൾ എൻട്രി ലെവൽ ക്വാണ്ടിറ്റി സർവേയർ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ആവുകയാണ്. ഈ എൻ്റർ ആയത് മുതൽ ഒരു ക്വാണ്ടിറ്റി സർവേയറിന് ഒരു ജോബ് ഹൈറാർക്കി എങ്ങനെയാണ്? അടുത്തൊരു 2 വർഷം കഴിഞ്ഞ്, അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ഇവരൊക്കെ എവരെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഒരു ക്വാണ്ടിറ്റി സർവേയറിൻ്റെ ഹൈറാർക്കി എങ്ങനെയായിരിക്കും ആ ഒരു കാര്യത്തിൽ? അതായത് ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന പല ആളുകൾക്കും അറിയാത്തൊരു വിഷയം അതാണ്. അതായത് ഞാനിനി എങ്ങോട്ടേക്കാണ് പോകുന്നത്, എൻ്റെ സാലറി സ്കെയിൽ എന്താകും, എത്രത്തോളം എനിക്ക് അഡ്വാൻസ്മെൻ്റ് ഉണ്ടാകും, അങ്ങനെയുള്ള വിഷയങ്ങളാണ് പല ആളുകളും ചിന്തിക്കാതെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു എൻട്രി ലെവൽ QS ജോയിൻ ചെയ്യുമ്പോൾ ഹി വിൽ ബി എ ജൂനിയർ QS. ഒരു ജൂനിയർ QS ആയിട്ടാണ് പുള്ളി ജോയിൻ ചെയ്യുന്നത്. ജൂനിയർ QS ആയിട്ട് പിന്നീട് മേ ബി ഒരു 3 or 4 years അതിൽ എങ്ങനെ ഒരു സീനിയർ പൊസിഷനിലേക്ക് എത്തണം, ഏത് സമയത്താണ് എത്തേണ്ടത് എന്ന് പുള്ളി തീരുമാനിക്കണം. അതായത് ജൂനിയർ QS ആയിട്ട് ആൾക്ക് 10 വർഷം ഇരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏത് സ്റ്റേജിൽ ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ലി ഹി ക്യാൻ ബിക്കം എ സീനിയർ QS. അപ്പോൾ ഒരു 3 or 4 years ശേഷം പുള്ളിക്കൊരു അടുത്തൊരു ലെവലിലേക്ക് മാറാൻ പറ്റും. ഓക്കെ, ഒരു 6 or 7 years ആൾക്കൊരു സീനിയർ QS ആവാൻ പറ്റും. അതിനുശേഷം ഒരു 10 or 12 years ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊമേഴ്ഷ്യൽ മാനേജർ ലെവലിലേക്ക് മാറാൻ പറ്റും. യൂഷ്വലി അങ്ങനെയാണ്. ഓക്കെ, അതിനുശേഷം ഒരു കോൺട്രാക്ട്സ് മാനേജർ, ഓക്കെ, കോൺട്രാക്ട്സ് ഡയറക്ടർ എന്ന് പറഞ്ഞ പല പൊസിഷനിലേക്കും മാറാൻ പറ്റും. അതായത് ജൂനിയർ QS, സീനിയർ QS, കൊമേഴ്ഷ്യൽ മാനേജർ, കോൺട്രാക്ട്സ് മാനേജർ, ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ആ പെർട്ടിക്കുലർ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എക്സാക്ട്ലി. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ ഏജ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഏജാണ്. ഓക്കെ, പക്ഷേ ആളെന്താണ്, ഇപ്പോൾ മാനേജർ പൊസിഷനിലിരിക്കുകയാണ്. ഓക്കെ, നോർമൽ എംപ്ലോയിന്ന് മാനേജർ പൊസിഷനിലാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ ദി പേഴ്സൺ. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ ക്വാണ്ടിറ്റി സർവേ സൈറ്റ് ബേസ്ഡ് ആണോ ഓഫീസ് ബേസ്ഡ് ആണോ? ഇതിൽ ആക്ച്വലി കുറേ കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റുഡൻസ് ഡൗട്ടുകൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ക്വാണ്ടിറ്റി സർവേയിൽ സൈറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ, സൈറ്റിൽ നമ്മൾ വെയിൽ കൊള്ളേണ്ട ആവശ്യമുണ്ടോ, അതോ പ്യുവർലി ഓഫീസ് ബേസ്ഡ് ആണോ എന്നുള്ള രീതിയിൽ? 90% ഓഫീസ് ബേസ്ഡ് ആണ്. ഓക്കെ, ഒരു 10% ഇഫ് റിക്വയർഡ് നമ്മൾ സൈറ്റിലേക്ക് പോകേണ്ടി വരും. അതായത് നമുക്കൊരു പ്രീ കോൺട്രാക്ട് ആൻഡ് പോസ്റ്റ് കോൺട്രാക്ട് QS ഉണ്ട്. പോസ്റ്റ് കോൺട്രാക്ട് QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി എന്താണ്, അധികവും സൈറ്റിലുള്ള ഒരു ഓഫീസിലായിരിക്കും.
ഓക്കെ. അപ്പോൾ ആ സൈറ്റിലുള്ള ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫീസിൽ തന്നെ കംപ്ലീറ്റ് അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, സ്റ്റേഷനറി ഐറ്റംസും സിസ്റ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു ചെറിയൊരു ഓഫീസ്, സൈറ്റിലുള്ള ഓഫീസ്, അവിടെ ഇരുന്നിട്ടാവും ആൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിൽ ആൾക്ക് ഇൻ കേസ് എന്തെങ്കിലും മെഷർമെൻറ്റ് ക്ലാരിറ്റിക്കോ മറ്റോ സൈറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ വർക്ക് നടക്കുന്നത് എങ്ങനെ കാണണം, സ്റ്റേജ് എന്താണെന്നുള്ളത് കാണണം, ഒരു സൈറ്റ് വാക്ക് ത്രൂ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ പുള്ളി സൈറ്റിൽ ഡയറക്റ്റ് പോകേണ്ടി വരും. അതാണ് ഒരു 90% ഓഫീസാണ്, 10% ആൾ സൈറ്റിൽ പോകേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, നമ്മളിപ്പോൾ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മണി ഫോക്കസ്ഡ് ആണ്. നമ്മൾ എന്നോട് കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻസും അതാണ്, സാർ ഇന്ന കോഴ്സിന് ഇപ്പോൾ എത്ര സാലറി പാക്കേജ് കിട്ടും, നാട്ടിലാണോ പുറത്താണോ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊക്കെ. അപ്പോൾ QSൽ വരുമ്പോഴും ഈ സെയിം കൺസേൺ അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അതായത് നാട്ടിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, GCCയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. രണ്ടിലും ഒരു സാലറി പാക്കേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവും? നമ്മളിപ്പോൾ ഫസ്റ്റ് നാട്ടിലത്തെ കാര്യം പറയാം അല്ലേ. നമുക്കൊരു നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ QSനെ സംബന്ധിച്ചിടത്തോളം ഹി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഒരു 15,000 പെർ മന്ത് സാലറി എന്നുള്ള രീതിയിൽ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു 70,000 1 lakh വരെയൊക്കെ അങ്ങ് പോകും നാട്ടിൽ. നേരെ മറിച്ച് നമ്മൾ GCC പോവാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 3,500, അത് നമുക്ക് ഒരു ഖത്തർ റിയാലിൽ പറയാം. കാരണം ഖത്തറിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നുള്ളത് ഖത്തർ റിയാലിൽ പറയാം. ഒരു 3,500 ഖത്തർ റിയാൽ സ്റ്റാർട്ടിങ് കിട്ടും. ദാറ്റ് മീൻസ് അറൗണ്ട് ഒരു 70,000 80 ഇടയിലായിട്ട് കിട്ടും. ഓക്കെ, ഇന്ത്യൻ മണി. പിന്നീട് ആളൊരു സീനിയർ പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ, സീനിയർ QS പൊസിഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 16, 17, 18 ആ ഒരു റേഞ്ചിൽ കിട്ടും സീനിയർ QS. ഓക്കെ, ഖത്തർ റിയാൽ. അതായത് നാട്ടിലൊരു അറൗണ്ട് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഒരു അറൗണ്ട് 4 lakhs ഓക്കെ കിട്ടും. ഇനി കുറച്ചുകൂടി സീനിയർ പൊസിഷനിൽ കൊമേഴ്ഷ്യൽ മാനേജറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 25 to 30 ആ ഒരു റേഞ്ചിൽ ആൾക്ക് സാലറി കിട്ടും. അതായത് നാട്ടിലെ 7 lakhs. ഗ്രേറ്റ്. ഇപ്പോൾ സാർ ഇപ്പോൾ സാലറിയുടെ കേസിൽ പറഞ്ഞു നാട്ടിലൊരു 1 lakh വരെ പോവാം എന്നുള്ളത്. ആക്ച്വലി ആ ഒരു നാട്ടിൽ ഇപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ചോദ്യം. അതായത് നാട്ടിലൊരു 1 lakh വരെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഹൗ ഫാർ എന്നുള്ളതാണ്. അത് എത്ര വർഷം അവരെടുക്കും നാട്ടിലൊരു 1 lakhiലേക്ക് എത്താൻ? അറൗണ്ട് 10 to 12 ഇയേഴ്സ് അവർ നാട്ടിൽ വർക്ക് ചെയ്താൽ വരും. അതെ. ഓക്കെ ഫൈൻ. ഇപ്പോൾ താജ് സാർ കുറച്ച് മുന്നേ നമ്മുടെ 5 സ്കിൽസ് പറഞ്ഞു, ക്വാണ്ടിറ്റി സർവേറിന് റിക്വയർഡ് ആയിട്ടുള്ള 5 സ്കിൽസ്. അതിൽ ലാസ്റ്റ് പറഞ്ഞത് സോഫ്റ്റ്വെയർ സ്കില്ലാണ്. നമ്മൾ ഒരു ക്വാണ്ടിറ്റി സർവേറിന് അറിഞ്ഞിരിക്കേണ്ട മാൻഡേറ്ററി ആയിട്ട് അവർക്ക് നോളേജ് വേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് പറഞ്ഞാൽ അത് ഏതായിരിക്കും? ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലാണ്. QSനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും എതിരഭിപ്രായമില്ലാതെ പറയുന്ന ഒരു സംഭവമാണ് എന്ത്? എക്സൽ മാസ്റ്റർ ആയിരിക്കുക. അതിൽ നല്ല സ്പീഡ് ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻസും ട്രിക്സും ഷോർട്ട് കട്ട്സും ചെയ്യാൻ കഴിയുമെങ്കിൽ അടിപൊളിയാണ്. അതേപോലെ തന്നെ അടുത്തത് അറിയേണ്ടത് പിന്നെ നമുക്ക് മെഷർമെൻറ്റ് ടൂൾസാണ്. ഓട്ടോക്യാഡും എന്താണ്, നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓട്ടോക്യാഡ് നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർ ആണ്. പ്ലാൻ സ്വിഫ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്ലാൻ സ്വിഫ്റ്റ് നമ്മൾ PDF നമുക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന് പ്ലാൻ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എസ്റ്റിമേഷൻ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കോസ്റ്റെക്സ് പോലത്തെ ക്യാൻഡി പോലത്തെ സോഫ്റ്റ്വെയർസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും സോഫ്റ്റ്വെയറിൽ നോളേജ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഫാർ ബെറ്റർ. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സലാണ്, അതുപോലെ തന്നെ ഓട്ടോക്യാഡാണ്, പിന്നെ അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് പ്ലാൻ സ്വിഫ്റ്റ് ആണ് ആസ് QS പെർസ്പെക്റ്റീവ്. ഓക്കെ ഫൈൻ. നമ്മളിപ്പോൾ സിയറിന് റീസെൻ്റ്ലി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിസ്റ്റേക്സ് ക്വാണ്ടിറ്റി സർവേയേഴ്സ് സ്ഥിരമായി വരുത്തുന്ന ഒരു 10 മിസ്റ്റേക്സിനെ പറ്റിയിട്ട്. ആക്ച്വലി ആ വെബിനാർ ഭയങ്കര സക്സസ്ഫുള്ളും ആയിരുന്നു. കാരണം ഒരുപാട് പേര് അവെയർ അല്ലാത്ത കുറേ പോയിന്റ്സ് അതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ 10 മിസ്റ്റേക്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? ഫൈൻ. അപ്പോൾ അന്നത്തെ വെബിനാറിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം കാരണം ഒരുപാട് ആളുകൾ മേക്ക് ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് ആസ് എ റിമെമ്പർ മിസ്റ്റേക്കുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, അതായത് പല ആളുകളും ചോദിക്കുന്നത് എന്താണ്, ഇതിന് ഇൻ്റർനാഷണൽ വാലിഡിറ്റി ഉണ്ടോ, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലും എന്നോട് ഇതുവരെ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചിട്ടില്ല, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. പല കമ്പനീസും എല്ലാം ഫോക്കസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ സ്കില്ലിൽ മാത്രമാണ്. സോ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ്ഡ് അല്ലാതെ സ്കിൽ ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ്
നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. അത് ചേഞ്ച് ചെയ്തിട്ട് വി ഹാവ് ടു ബി സ്കിൽ ഫോക്കസ്ഡ് ആവണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് QS എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്, അതായത് വെറും ക്വാണ്ടിറ്റി എടുക്കുന്നൊരു പരിപാടിയാണെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഓക്കെ. സോ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് QS എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും ക്വാണ്ടിറ്റി മാത്രമല്ല. QS എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ടു മാനേജ് കോസ്റ്റ്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ടോട്ടൽ ഫിനാൻസ്, ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് മാനേജ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ട്സിനെ കുറിച്ച് ആൾ മാനേജ് ചെയ്യണം. അതിൻ്റെ ക്ലയൻറ്റുമായിട്ടുള്ള കോൺട്രാക്ട്സും സബ് കോൺട്രാക്റ്റും എല്ലാം പുള്ളി മാനേജ് ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതല്ലാതെ ഒരുപാട് വിഷയങ്ങൾ വേറെ വരുന്നുണ്ട്. പിന്നെ തേർഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റുഡൻസ് ഇതൊരു സോഫ്റ്റ്വെയർ മാത്രമാണ്. സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് സോഫ്റ്റ്വെയർ പഠിച്ചാൽ നമുക്ക് QS ആവാൻ പറ്റുമോ എന്നുള്ളതൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളൊരു ടൂള് മാത്രമാണ്. നമ്മുടെ നോളേജിനെ കുറച്ചുകൂടി എളുപ്പമാകാൻ, ആ എക്സിക്യൂഷനെ കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഒരു കാര്യം മാത്രമാണ് സോഫ്റ്റ്വെയർ. സോ സോഫ്റ്റ്വെയർസിനെ നമുക്ക് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തിയററ്റിക്കലി ഉള്ള നോളേജ് വേണം. ഓക്കെ. സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒരു ടൂളായിട്ട് മാത്രം കാണുക. ഓക്കെ. പിന്നെ ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ നോളേജ് ഇല്ല എന്നുള്ളതൊരു മിസ്റ്റേക്കാണ്. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു സൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതല്ലാതെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. ക്ലയൻറ്റ്, PMC, ഡിസൈൻ കൺസൾട്ടൻറ്റ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, മെയിൻ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ. ഈ രീതിയിൽ എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് മനസ്സിലാക്കണം. ഞാൻ എവിടെയാണ് ഫസ്റ്റ് പ്ലേസ്ഡ് ആവുക എന്നുള്ളതിനെ കുറിച്ച് നോളേജ് സ്റ്റുഡൻസിന് വേണം. ആ ഒരു ധാരണയിൽ വന്നാൽ മാത്രമേ നമുക്കിതിൽ സക്സസ്ഫുൾ ആയിട്ട്, നമുക്ക് എവിടെയാണ് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഞാൻ ഈ സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും ഞാനൊരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് പ്ലേസ്ഡ് ആവുക, സബ് കോൺട്രാക്ടറിലാണോ മെയിൻ കോൺട്രാക്റ്റിലാണോ എന്നുള്ളൊരു നോളേജ് അവർക്ക് വേണം. ഓക്കെ. അതായത് അവർ ഈ ക്വാണ്ടിറ്റി സർവേക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് കണ്ടിട്ട് അതിലേക്ക് ഡൈവ് ചെയ്യും. ബട്ട് അവരുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അവർ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി നടത്താതെയാണ് അവർ വരുന്നത്. അതെ അതെ. ഓക്കെ. അത് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസിലും അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഒരു മാർക്കറ്റ് ട്രെൻഡിൻ്റെ പിന്നാലെ പോയിട്ട് അവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും. ബട്ട് ആ കോഴ്സ് കഴിഞ്ഞാൽ അവർ ഏത് വെർട്ടിക്കലിലായിരിക്കും ഒരു ജോബ് ചെയ്യേണ്ടി വരിക, അതല്ലെങ്കിൽ എവിടെ എന്നെ പ്ലേസ് ചെയ്യണം, അടുത്ത 10 വർഷത്തേക്ക് എൻ്റെ ഒരു പൊസിഷൻ്റെ നെയിം എന്താണെന്ന് പോലും അവയർനെസ് അല്ലാത്തൊരു രീതിയിൽ സ്റ്റുഡൻസ് മാറുന്നുണ്ട്. കറക്റ്റ്. അതായത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എവിടേക്കാണ് നമ്മൾ പ്ലേസ്ഡ് ആകുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക്, അത് നമ്മൾ സ്റ്റുഡൻസിന് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നമ്മളിത് കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഭാഗത്തേക്കാണ് പോവുക, അതിന് വേണ്ട സ്കില്ലുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കരിയർ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. തീർച്ചയായും. പിന്നെ നെക്സ്റ്റ് അവർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് CV അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെയും അവർ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ കുറേ നോളേജ് പഠിച്ചു. ഈ പഠിച്ച നോളേജിനെ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല ആളുകളും പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലാതെ, പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ പോലും ഇല്ലാതെയാണ് പല ആളുകളും ഇൻ്റർവ്യൂവിന് പോകുന്നത്. CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഷോക്കേസ് ചെയ്യുന്നൊരു സംഭവമാണ് CV. ആ CVയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് CVയിൽ ഇത് വായിക്കുന്ന ഒരു ഹ്യൂമനാണ് ഇത് വായിക്കുന്നതെങ്കിൽ ആ ഹ്യൂമൻ നോക്കുന്നത് ആ CVയിലെ ഫസ്റ്റിലത്തെ കുറച്ച് ലൈൻസാണ് അവർ വായിക്കുക. ഓക്കെ. ആ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തിന് കൊടുക്കാൻ കഴിയണം, ഇത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക്, CV നോക്കുന്ന ആളുകൾക്ക് ഇംപ്രഷൻ കൊടുക്കാൻ കഴിയണം. ഒരു ഓവറാൾ നമുക്ക് നമ്മുടെ സ്കില്ലിനെ കുറിച്ച് ആ ഒരു ഫസ്റ്റിലത്തെ കുറച്ച് പോർഷനിൽ പ്രസന്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. തീർച്ചയായും. അപ്പോൾ അതായത് പല ആളുകളും അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ വേർഡിങ്സ് ഫസ്റ്റിൽ കൊടുക്കാറുണ്ട്. ഓക്കെ. അത് കൊടുക്കാതെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് ഇത് വായിക്കുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൊടുക്കണം. അതൊരു ഹ്യൂമൻ റീഡിംഗ് ആണെങ്കിൽ. ഇനി സോഫ്റ്റ്വെയർ റീഡിംഗ് വേറെ ഉണ്ട്. അതായത് അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം ATS ആണ് ഇതിനെ സ്കാൻ ചെയ്യുന്നത് എങ്കിൽ അതിന് മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് എങ്ങനെയാണ് ഇതിനെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വെൽ അവെയർ ആയിരിക്കണം. എക്സാക്ട്ലി. ഇനി നെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
എന്താ പറയുക, മേ ബി നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, ഈ ഒരു പ്രൊഫഷനുമായിട്ട് ഒരു നോളേജ് ഉണ്ടാവില്ല. നമ്മൾ GCCയിലേക്കാണ് പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ QS നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ബെറ്റർ ഒരു QSൻ്റെ അടുത്തു നിന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്വൈസ് എടുക്കുക. അതായത് ഈ ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെടുത്ത് നിന്ന്, ഇപ്പോൾ നമ്മൾ ടീച്ചിങ്ങിൽ, ഞാൻ പറയുന്നത് ശരിയല്ല എന്നാലും നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, അവർക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും, പക്ഷെ അവർ നമുക്ക് കണക്ട് ചെയ്ത് തരേണ്ടത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ അവരടുത്ത് നിന്ന് അഡ്വൈസ് എടുത്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ട്രാക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സിലബസ് ഓക്കെ ആണോ, ഇതിൽ റെഡി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ല, ഇത് ആക്ച്വലി കേൾക്കുന്ന ചില ആളുകൾക്ക് ഒരു നെറ്റ് ചുളിവ് ഉണ്ടായാലും ഇത് ആക്ച്വലി ട്രൂത്താണ്. കാരണം നമ്മുടെ കുടുംബക്കാർ മേ ബി ഒരു പ്രൊഫഷൻ ചെയ്തിട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ നീയും അത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ മെൻറ്റേഴ്സും ആ രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യും. ബട്ട് ആക്ച്വലി അതിൻ്റെ റിസ്ക്, ആ പ്രൊഫഷൻ ഈ രീതിയിൽ പോയാൽ ഇന്ന റിസ്കുകളുണ്ട്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുന്നത് ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ്. അതൊരു ഗുഡ് പോയിന്റ് ആണ്. കാരണം അഡ്വൈസ് പ്രൊഫഷണലിസം മാത്രം എടുക്കുന്നത്. അടുത്തൊരു മിസ്റ്റേക്ക് പറയാം. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ബ്ലൈൻഡ്ലി ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കോഴ്സുകളിലേക്ക് ബ്ലൈൻഡ്ലി ജോയിൻ ചെയ്യുക, അതായത് സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണെന്ന് മനസ്സിലാക്കിയിട്ട് സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ജസ്റ്റ് നമ്മളെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവും, ഒരു കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സിൻ്റെ പിന്നാലെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ പല കോഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസാനമാണ് QS എത്തിയത്. കാരണം ഞാൻ MEP ആദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, MEP എൻ്റെ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഏരിയ ആണത്. കൺസ്ട്രക്ഷനിൽ ബന്ധമുണ്ട്, പക്ഷെ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതും ഇതേപോലെ തന്നെ ഒരു അന്ന് ട്രെൻഡിങ് ആയതുകൊണ്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാനും എൻ്റെ സ്റ്റുഡൻസും കൂടെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പോയിന്റിൽ, താൽസറി പറഞ്ഞ പോയിന്റിൽ ഞാൻ അവയർനെസ് കൊടുക്കാറുണ്ട്. അതായത് അവരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് ട്രെൻഡും സെപ്പറേറ്റ് ആണ്. കാരണം ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുന്ന പേഴ്സണാണ്, നമ്മൾ രണ്ടുപേരും ബിസിനസ് നടത്തുന്ന പേഴ്സൺസാണ്. അപ്പോൾ ഏതൊരു ഡിമാൻഡ് ഇല്ലാത്തൊരു കോഴ്സിനെയും ട്രെൻഡ് സെക്ടറിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിംഗ് കൊണ്ട് പറ്റും. ബട്ട് മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ട്രെൻഡും മാർക്കറ്റ് ഡിമാൻഡും രണ്ടും സെപ്പറേറ്റ് തിങ്സ് ആണെന്നുള്ളത് സ്റ്റുഡൻസ് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് നല്ലൊരു പോയിന്റാണത്. നെക്സ്റ്റ് ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പല ആളുകളും ഇപ്പോൾ BTech കഴിഞ്ഞാൽ കണ്ടുവരുന്നൊരു ട്രെൻഡ്, ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ആർ ചേസിങ് കോഴ്സസ്. ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. എല്ലാ കോഴ്സും ചെയ്യും. ഇപ്പോൾ ഈവൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അവരുടെ മിസ്റ്റേക്ക് അല്ല, പ്രോപ്പർ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ BTech കഴിഞ്ഞ സമയത്ത് ഓട്ടോകാഡിൻ്റെ ഒരു കോഴ്സിന് പോയി, അതിനുശേഷം MEPക്ക് പോയി, അങ്ങനെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കരിയറിലേക്ക് എത്തുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസും ചെയ്യുന്ന മിസ്റ്റേക്കാണ് എന്ത്, പല കോഴ്സുകൾ, വെറൈറ്റി കോഴ്സുകൾ ചെയ്യും. കുറച്ച് ആളുകൾ എന്ത് പറയും, BIM ചെയ്യും. BIM ചെയ്യുമ്പോൾ തന്നെ QS ചെയ്യും. ഓക്കെ, ഇത് തമ്മിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മിസ്റ്റേക്സ് ഫുള്ള് പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സുകളെ ചേസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്, സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ കോഴ്സുകളെ ചേസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഫോക്കസ്ഡ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ സ്റ്റുഡൻസിന് വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്പാർക്കാണ്. അതായത് ലാക്ക് ഓഫ് സ്പാർക്ക് ആൻഡ് ഗോൾ എന്ന് പറയാം. അതായത് അവർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സ്പാർക്ക് പോകുന്നു, എന്തിലേക്കാണ് പോകുന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. ഇതിൻ്റെ മൊത്തത്തിലൊരു മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ, എല്ലാറ്റിനും പാടൊരു സമ്മറി വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇതൊന്നും ആലോചിക്കാതെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അവസാനം എന്ത് ചെയ്യും, അവർ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലേക്ക്, അതായത് QSലേക്ക് വന്നിട്ട് പിന്നീട് അവസാനം മെഡിക്കൽ കോഡിങ്ങിൽ അവസാനിച്ച സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായി. ഓക്കെ,
ഇപ്പോൾ മിസ്റ്റേക്സ് എല്ലാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളൊരു കൺസേൺ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ കണ്ടുവന്നിട്ടുള്ളൊരു മെയിൻ പ്രശ്നം, പലർക്കും അവയർനെസ് ഇല്ലാത്ത, ഇപ്പോൾ സാർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിന്റ്, ഗോളില്ലാത്ത, വിഷൻ ഇല്ലാത്ത പ്രശ്നം. ഇപ്പോൾ ഈവൻ നിങ്ങളുടെ ക്വാണ്ടിറ്റി സർവേയിൽ ഉള്ളതാണ് RICS എന്ന് പറഞ്ഞത്, ചാർട്ടേഡ് QS എന്ന് പറഞ്ഞിട്ട്. എന്നാൽ QS ചെയ്യുന്ന പലവർക്കും ഇതിനെപ്പറ്റി അറിയണമെന്ന ആഗ്രഹമുണ്ട്, അവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ പലവർക്കും ഇങ്ങനെ ഒരു ചാർട്ടേഡ് QS ആവാൻ പറ്റും എന്നതിലും അവയർനെസ് ഇല്ല. അപ്പോൾ എന്താണ് ഈ RICS അല്ലെങ്കിൽ ചാർട്ടേഡ് QS എന്ന് പറയുന്നത്? RICS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RICS, റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സർവേസ്, അതൊരു സ്റ്റാൻഡേർഡാണ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അതായത് RICS അല്ലെങ്കിൽ അയാളൊരു MRICS മെമ്പർ ആയിക്കഴിഞ്ഞാൽ, RICS അക്രഡിറ്റഡ് ആയിക്കഴിഞ്ഞാൽ, RICS കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ചാർട്ടേഡ് QS ആയിക്കഴിഞ്ഞാൽ, ഹി വിൽ ബി എന്താണ്, QS ആവാൻ പ്രൊഫഷണലി ഫിറ്റാണ്. ഓക്കെ, കാരണം ആ RICS ഇൻ്റർവ്യൂ എല്ലാം ആ രീതിയിലാണ്. ഇപ്പം നമ്മളൊരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ RICSന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ QSന് കോഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അതിനൊരു സെപ്പറേറ്റ് കോഴ്സ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ RICS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവർ നമ്മളെ കുറേ കോമ്പറ്റൻസീസ് അവർ വെരിഫൈ ചെയ്യും. എന്നിട്ട് അതിലെല്ലാം അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ദേ വിൽ ഗ്രാൻഡ് അസ് MRICS. അവർ നമുക്ക് എന്ത് ചെയ്യും, MRICS ചെയ്യും. അപ്പോൾ MRICS കിട്ടിക്കഴിഞ്ഞാൽ കമ്പനീസിന് മനസ്സിലാകും ഈ ഒരു വ്യക്തിക്ക് ഈ സ്കിൽഡ്, ഈ QS പ്രൊഫഷൻ ആൾ സ്കിൽഡ് ആണ് എന്ന് മനസ്സിലാവും. അപ്പോൾ RICS ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തൊരു വ്യക്തിക്കും ഈ ഒരു വ്യക്തിയും തമ്മിൽ സാലറി സ്കെയിൽ നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കോഴ്സ് ചെയ്യാതെ, ഇപ്പോൾ QSൻ്റെ കോഴ്സ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് RICS ആണ് ചേർന്നാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. RICSലേക്ക് കയറണമെങ്കിൽ രണ്ട് രീതിയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ RICS അക്രഡിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്യണം. അക്രഡിറ്റഡ് കോഴ്സുകളിൽ ഇപ്പോൾ BSc ക്വാണ്ടിറ്റി സർവേയിങ്, ഈ ഫോറിൻ പല യൂണിവേഴ്സിറ്റികളുണ്ട്, അതിൽ നിന്നും ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് 3 വർഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്, RICSലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ നെക്സ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സ്പീരിയൻസ് ഒരു 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, RICSലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാം. അപ്പോൾ അതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നൊരു മെത്തേഡ്. കാരണം നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം RICS അക്രഡിറ്റഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് 5 year എക്സ്പീരിയൻസിന് ശേഷം RICS എടുത്തു പോകുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ താഴ്ച ഡിസ്കസ് ചെയ്ത പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് കാണുന്ന ഒരുപാട് സ്റ്റുഡൻസുകളും എന്നാൽ വർക്കിംഗ് പ്രൊഫഷണൽസും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഈവൻ അത് മിസ്റ്റേക്ക് ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. അവർ ഒരുപാട് കോഴ്സസ് കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാരലലി അവർ മേ ബി ജോഗ്രഫി സെക്ടറിലേക്ക് കിടക്കും. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ മേ ബി GIS ചെയ്യുന്നുണ്ടാകും, അതല്ലെങ്കിൽ ലാസ്റ്റ് മെഡിക്കൽ കോഡിങ് വരെ എത്തി നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് ആക്ച്വലി റൈറ്റാണ്. അത് കൂടാതെ തന്നെ സ്വിച്ചിങ് നടക്കുന്നുണ്ട്, കരിയർ സ്വിച്ചിങ്. ഈ മൾട്ടിപ്പിൾ കോഴ്സസ് അല്ലാതെ കരിയർ സ്വിച്ചിങ്. ഇപ്പോൾ ഈവൻ ഞാനൊരു പ്രൊഫഷനിൽ ഒരു 5 വർഷം 6 വർഷമായിട്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡിമാൻഡായിട്ടുള്ളൊരു കോഴ്സ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കരിയർ നേരെ ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊരു പാറ്റേണും കാണുന്നുണ്ട്. എൻ്റെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ ഒരുപാട് എൻക്വയറീസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക? ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതാണ്. റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദി പേഴ്സൺ. പക്ഷെ അതിൽ വരുന്ന ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റത്തെ ഡിസ്കഷൻ കരിയർ സ്വിച്ചിങ്ങിനെ കുറിച്ച് പറയാം. ഓക്കെ, 1 by 1 ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കരിയർ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരിയറിൽ നമ്മൾ കുറച്ച് കാലം പോകും, പിന്നെ കരിയർ പെട്ടെന്ന് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യും, അടുത്ത കരിയറിലേക്ക് പോകും, അത് ശരിയല്ല തോന്നും, അടുത്തതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതായത് ഞാൻ കുറച്ച് കാലം QS ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരു 7 years കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പ്ലാനിങ്ങിലേക്ക് സ്വിച്ച് ചെയ്താൽ എന്താ, പ്ലാനിങ് എഞ്ചിനീയറായിട്ട് സ്വിച്ച് ചെയ്താൽ എന്താണെന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കണം എന്നുള്ളത് കൊണ്ട് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, ഞാനൊന്ന് സ്വിച്ച് ചെയ്താൽ എന്താ. പുള്ളി പറഞ്ഞു, താജ് ഈ ആൾറെഡി 7 വർഷത്തോളം QSൽ എക്സ്പീരിയൻസ് ഉണ്ട്, QSന് ഒരു കുഴപ്പമില്ല, വളരെ നല്ല പ്രൊഫഷനാണ്. ഇനി ഈ പ്ലാനിങ്ങിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എ ന്യൂ പേഴ്സൺ. എവിടെ പ്ലാനിങ്ങിൽ പുതിയൊരാളാണ്, ഫ്രഷറാണ്. അപ്പോൾ അതിൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അതിലണക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ ടേക്ക് ടൈം. അപ്പോൾ അതുകൊണ്ട് QSൽ തന്നെ ഇപ്പോൾ മാസ്റ്റർ ആയിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക്
ആ ഒരു കരിയർ ഗ്രോത്ത് എന്താ എന്നുള്ളത് അറിയണം, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, അതറിയണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് കുറച്ച് കാലം മുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കോൾ വന്നു. പുള്ളി ഒമാനിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. പുള്ളി പിന്നീട് എന്ത് ചെയ്തു, എത്രയോ 10 വർഷത്തോളം ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ആ ഒരു ഫീൽഡിൽ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുന്നു, സോ ഞാൻ QSലേക്ക് സ്വിച്ച് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു, QSലേക്ക് സ്വിച്ച് ചെയ്യാൻ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അത് 10 വർഷം എടുത്തു അയാൾക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു കരിയറിനെ കുറിച്ച് മനസ്സിലാക്കി. എക്സാക്ട്ലി. പിന്നെ എന്നോട് ചോദിച്ചത് മൾട്ടിപ്പിൾ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊരു ഫിയറാണ്. ഞാൻ പറയുകയാണെങ്കിൽ അവർക്കതൊരു ഫിയറാണ്. അതായത് ഏത് കരിയറിലാണ് ബെറ്റർ എന്നുള്ളത് അറിയാതെ മൾട്ടിപ്പിൾ സ്കില്ലുകൾ ഗെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്നാൽ കിട്ടുന്നതിൽ ബെറ്ററിൽ കയറാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സ്റ്റുഡൻസ് പോകുന്നത്. സോ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയറിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ ഫോക്കസ്ഡ് ആവുക, അതിൽ മാസ്റ്റർ ആവുക. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു കരിയർ സ്വിച്ച് ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഡീപ്പായിട്ടുള്ള റിസർച്ച് അതിൻ്റെ പിന്നിൽ ചെയ്താൽ ഈ ഒരു കരിയർ സ്വിച്ചിങ്ങോ അതല്ലെങ്കിൽ നമ്മൾ പല വേർട്ടിക്കൽസിൽ ഒരുപാട് കോഴ്സസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വരില്ല എന്നാണ് സാർ പറയുന്നത്. അതെ. ഓക്കെ. അതിലിപ്പോൾ പറഞ്ഞാൽ അവർക്ക് പിന്നെ മറ്റൊരു വിഷയം, ഇതിൽ പേഴ്സണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ, നമ്മൾ ഒരു ഏരിയയിൽ ഒരു വർക്കിൽ നമ്മൾ തീരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് സ്വിച്ച് തന്നെ ചെയ്യണം. ഓക്കെ. അതെ. ആ ഒരു പ്രൊഫഷൻ ചേഞ്ച് തന്നെ ചെയ്യണം. കാരണം നമുക്കൊരു ഹാപ്പിനെസ്സിലോട് കൂടി ആ ഒരു ജോബിൽ ഫോക്കസ്ഡ് ആവാനോ അതിൽ വർക്ക് ചെയ്യാനോ പറ്റില്ല. അപ്പം നമ്മുടെ പേഴ്സണൽ ഹാപ്പിനെസ്സിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യണത് ഉറപ്പായിട്ടും. ഓക്കെ. പക്ഷെ അത് ചിലപ്പോൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാകും, അവർ ആ കരിയർ എടുത്തിട്ടുണ്ടാവും, ബട്ട് മേ ബി ആ ഒരു പ്ലഷർ അവർക്ക് ആ ഒരു ജോബിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റ്. അത് ഗ്രേറ്റ് പോയിന്റ് ആണ്. ഇനിയിപ്പോൾ അടുത്ത് ചോദിക്കാനുള്ളത്, ഏതൊരു പ്രൊഫഷനും അറിയേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഒരു ജോബ് ഹണ്ടിങ് സെക്ടർ, അത് ആക്ച്വലി എല്ലാവർക്കും ഒരു ഫിയറുള്ളൊരു ഭാഗമാണ്. ഇൻ്റർവ്യൂസ്, CV പ്രിപ്പറേഷൻ, ജോബ് ഹണ്ടിങ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു QSനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വേർട്ടിക്കൽസിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം, ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു CV പ്രിപ്പറേഷൻ സ്റ്റേജ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോബ് ഹണ്ടിങ് വേർട്ടിക്കൽസ് എങ്ങനെയാണ് ഒരു QSനെ സംബന്ധിച്ചിടത്തോളം? QSനെ സംബന്ധിച്ച് ജോബ് ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ആസ് പെർ കറണ്ട് ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം കൊടുക്കേണ്ടത് നമ്മുടെ നെറ്റ്വർക്കിങ്ങിനാണ്. വി ഹാവ് ടു മേക്ക് ഗുഡ് നെറ്റ്വർക്ക്സ്. നല്ല നെറ്റ്വർക്ക് നമ്മുടെ പരിചയത്തിലൂടെ നമുക്ക് പല കമ്പനീസിലും, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ആദ്യം പ്രിഫർ ചെയ്യുന്നത് അവർ സോഷ്യൽ മീഡിയ ആഡ് ഇടുന്നതിന് മുന്നേ, ഓക്കെ, സോഷ്യൽ മീഡിയയിൽ അവർ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ആൾ ആവശ്യമുണ്ടെന്ന് പറയുന്നതിന് മുന്നേ അവരൊരു ഇൻറ്റേർണൽ ചെക്കാണ് നടത്തുക. ഫസ്റ്റ് അവർ ഇൻറ്റേർണൽ ഹയറിങ് നടത്തും. വേറൊരു പ്രോജക്റ്റ് ഒന്ന് QSനെ ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യും. ഇനി അല്ലെങ്കിൽ അതിലും നമുക്ക് ആ QS എല്ലാം ബിസിയാണ്, പുതിയൊരു വേക്കൻസി വന്നുവെങ്കിൽ അവർ ആദ്യം ഇൻറ്റേർണൽ സ്റ്റാഫിനോട് ചോദിക്കും, എനിബഡി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ. അതിനുശേഷമാണ് പിന്നീട് അവർ എന്ത് ചെയ്യുക, പല ജോബുകളും ആ ഒരു ഓർഗനൈസേഷൻ വിട്ട് പുറത്തേക്ക് വരിക. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ നെറ്റ്വർക്കിങ്ങിനാണ്. ഓക്കെ. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ ഒരു പവർഫുൾ ടൂളാണ്. അപ്പോൾ ലിങ്ക്ഡിനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ആളുകളുമായിട്ട് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അവരോട് നമ്മൾ പേഴ്സണലി കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ. ആസ് എ സോഷ്യൽ മീഡിയ ആണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഹണ്ടിങ് പ്ലാറ്റ്ഫോമാണ്, പ്ലസ് ഒരു സോഷ്യൽ മീഡിയ കൂടിയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈലിനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമുക്ക് അതൊരു മെത്തേഡാണ്. ലിങ്ക്ഡിൻ ഒരു പവർഫുൾ മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ അതർ ജോബ് സൈറ്റുകളായിട്ടുള്ള ഇൻഡീഡ്, നൗക്കരി പോലെയുള്ളതൊക്കെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ റിലേറ്റഡ് തന്നെയാണ്. ഇൻ്റർവ്യൂവിൽ ഈ ഫ്രഷേഴ്സ് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഇൻ്റർവ്യൂവിൽ ഫ്രഷേഴ്സിന് വരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ആണ്. അതായത് അവർക്കൊരു പേടിയുണ്ട്, ഞാനിപ്പോൾ ഫ്രഷറാണ്, എനിക്ക് ജോബ് കിട്ടില്ലേ. ഒരുപാട് ഫ്രഷേഴ്സ് ഇങ്ങനെ ജോബ് കിട്ടിയിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ. കറക്റ്റ്. അപ്പോൾ അവർക്കൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ബാക്കിയിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യം അവരുടെ കോൺഫിഡൻസ് ആണ്. എൻ്റെ ഈ CV എഴുതിയ കാര്യങ്ങളിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, അതിലെനിക്ക് പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂവിൽ പറയാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസിലാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അതിൽ മാജിക് ഒന്നുമില്ല. ഒരു ടെക്നിക്ക് പറയാൻ പറഞ്ഞാൽ, അതായത് ഒരു നല്ലൊരു ഇൻ്റർവ്യൂ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് പറയാൻ പറഞ്ഞു. ഇതിൽ സിമ്പിൾ ടെക്നിക്സ്, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. പ്രിപ്പറേഷൻ
ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്രോപ്പർ പ്രിപ്പറേഷൻ. അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ അയാൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്യൂഎസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഈവൻ ഇപ്പോൾ പോലും ഈ ഒരു സ്റ്റേജിൽ പോലും ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടേ ഞാൻ പോകും. ഓക്കെ, എന്നാൽ നമുക്ക് ആ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം? ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം? എന്തിനൊക്കെ പറ്റി റിസർച്ച് ചെയ്യണം? എന്തിനൊക്കെ പറ്റിയിട്ട് നമ്മൾ വെൽ അവെയർ ആയിരിക്കണം? അതായത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ CV ആണ്. ആ CV എഴുതിയ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓക്കെ ആണ്. CV ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ പെർഫെക്റ്റ് ആൻസർ പറയാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, CV അല്ലാതെ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊസിഷൻ നമ്മൾ എന്താണ് ജൂനിയർ പൊസിഷനാണ്, നമ്മളിനി സീനിയർ പൊസിഷനിലേക്കാണ് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു CV ഉണ്ടാകുക ഒരു പക്ഷേ ജൂനിയർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി സീനിയർ പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ജമ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ സീനിയർക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അതിലും നമ്മൾ എന്ത് ചെയ്യണം? നോളജ് ഗെയിൻ ചെയ്യണം. പിന്നെ QS റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റേഡ് ആയിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യണം. ആ കമ്പനിയുടെ സ്കോപ്പ് എന്താണ്? ഓക്കെ. അവർക്ക് എത്ര പ്രോജക്ട്സ് ഉണ്ട്, ഇപ്പോൾ ഏതൊക്കെ പ്രോജക്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്, ഏതിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോളേജ് ആയിരിക്കണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകുന്നതാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്താണ് ഒരു നല്ലൊരു പ്രൊഫഷണൽ അറ്റയർ ആയിരിക്കണം, നമ്മൾ ഓൺ ടൈം നമ്മളവിടെ എത്തണം. ഓക്കെ. നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം, നമ്മുടെ കയ്യിൽ CV വേണം, നമ്പർ ഓഫ് കോപ്പീസ് നമ്മുടെ CV വേണം. അതേപോലെ തന്നെ അവർക്ക് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഞാനും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും ഒരു കോൺഫിഡൻസും ഇല്ലാതെ നമ്മളെ റൂമിലേക്ക് കയറി വന്നു, മുഖത്തേക്ക് പോലും നോക്കാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ടേബിളിലേക്ക് നോക്കി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ പുള്ളി വന്നതല്ലേ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഒഴിവാക്കിയ കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. അപ്പോൾ താജ് സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ആറ്റിറ്റ്യൂഡ് ഒരു വല്ലാത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ആ ഒരു നമുക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. കയറി വരുന്ന ബോഡി ലാംഗ്വേജ്, നമ്മുടെ അറ്റയർ, നമ്മൾ കൊടുക്കുന്ന ഐ കോണ്ടാക്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കോൺഫിഡൻസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ സ്കില്ലിനെ നമ്മൾ അവിടെ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ മറ്റൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തവണ സിയത്നക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ആഡ് ഇടുണ്ടായി. അതായത് ലാൻഡ് സർവേ സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് ഇട്ടു. അപ്പോൾ ആഡ് ഇട്ട സമയത്ത് ആ ആഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒരു വ്യക്തി എനിക്ക് എന്ത് ചെയ്തു? മെസ്സേജ് അയച്ചു. പുള്ളി മെസ്സേജ് അയച്ചത് എന്താണ്? സാലറി എന്ന് എഴുതിയിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അയച്ചു. ജസ്റ്റ് സാലറി എന്ന് എഴുതിയിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അയച്ചു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജാണ് വന്നത്. അപ്പോൾ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അയച്ചു. പുള്ളി എന്ത് ചെയ്തു? ഈ ഒരു ജോബിൻ്റെ പോസ്റ്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചിട്ട് എനിക്ക് തിരിച്ചയച്ചിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഞാൻ അവിടെ നിർത്തിയ പരിപാടി. ഓക്കെ. അപ്പോൾ ഈ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ അവർക്ക് ജോബ് കൊടുക്കുക? അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലിപ്പോൾ ഒരു താജ് സാർ പറഞ്ഞതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, നമ്മളൊരു ആഡ് കണ്ടിട്ട്, ആഡ് എന്നുള്ളതല്ല, ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അടക്കം വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ബാക്കിയുള്ളവർക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എല്ലാം ആ വെർട്ടിക്കലും കൂടെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്. അതെ. പിന്നെ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്, അവർ ചോദിക്കാൻ സാധ്യതയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടിരിക്കരുത്. അവർ ചോദിക്കുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് എന്താണ്? അതായത് ജനറൽ ക്വസ്റ്റ്യൻസ് മീൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് അവിടെ പറയേണ്ടത്. നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവർ ചിലപ്പോൾ ചോദിക്കും, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സാർ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരിക്കലും പോരരുത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന്
പ്രാക്ടീസ് ചെയ്ത് പോകണം. കാരണം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് എന്താണ്, പ്രോജക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ എൻ്റെ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകും, എന്തൊക്കെയായിരിക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് തിരിച്ച് ചോദിക്കാനുണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ? തീർച്ചയായും. നമുക്ക് ആരെയാണോ നമ്മൾ കോണ്ടാക്ട് ചെയ്തത് ആ വ്യക്തിക്ക് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് അയക്കണം. ഇങ്ങനൊരു അവസരം തന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ ഇനി ഫർദർ എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒരു പ്രൊഫഷണൽ ലാംഗ്വേജിൽ നമ്മൾ അവരോട് ചോദിക്കണം. അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം, അതിനുശേഷം പിന്നീട് ആഫ്റ്റർ ഇനി എപ്പോഴാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കണം. ഓക്കെ, എന്നിട്ട് ആ കറക്റ്റ് ഡേ നമ്മൾ ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്കൊരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കണം. കണ്ടിന്യൂസ് ഫോളോ അപ്പ് വേണം. അതായത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ജോബ് കിട്ടില്ല. നമുക്ക് കൂടി ആ ജോബിനോടൊരു താല്പര്യം ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് തോന്നണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടിന്യൂസ് ഫോളോ അപ്പ് വേണം. ഓക്കെ, ആ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഇൻ കേസ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഹയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനിയൊരു വേക്കൻസി വരുന്ന സമയത്ത് നമ്മൾ മേ ബി കൺസിഡർ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം താജ് സാർ പറഞ്ഞ ഒരു ഇന്റർവ്യൂ നമ്മളൊരു ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു സ്റ്റാഫിനെ കാണും, റിസപ്ഷനിൽ ഒരു സ്റ്റാഫിനെ കാണും. ആ സ്റ്റാഫിനോട് നമ്മളൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. കാരണം ഒരു പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത ആളേക്കാൾ ആ വ്യക്തിയായിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഫ്യൂച്ചർ ഒരു പക്ഷേ അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള വേക്കൻസി ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നീടൊരു സമയത്ത് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, നമ്മൾ കാണുന്ന ഓരോ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നല്ല ജോബ് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എന്നാൽ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോബ് വേണം. അപ്പോൾ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഒരു ഫസ്റ്റ് എൻട്രി കിട്ടാൻ എന്താണ് ഇമ്പോർട്ടൻറ്റ്? എക്സ്പീരിയൻസ് ആണോ സ്കില്ലാണോ? സ്കില്ലാണ്, കംപ്ലീറ്റ്ലി സ്കില്ലാണ്. അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്, അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ഏരിയയിൽ കുറച്ച് കാലം ആ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് വിൽ ബിക്കം എ മാസ്റ്റർ ഇൻ ദാറ്റ്. അതേ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് ആ സംഭവം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ കൊടുക്കുന്ന കോഴ്സ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ട് അതേ സംഭവം നമ്മൾ CV എഴുതുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താ അതിലെ ഡിഫറൻസ്? ഒരാൾ ഒരു വിഷയത്തിൽ 5 വർഷം പഠിച്ചു, 5 വർഷം വർക്ക് ചെയ്തു, 5 വർഷം വർക്ക് ചെയ്തിട്ട് ആ പഠിച്ച സ്കില്ലിനെ അയാൾ CV എഴുതുന്നു, എനിക്ക് ഇന്ന സ്കില്ല് അറിയാം. മറ്റൊരു വ്യക്തി ഈ 5 വർഷം ഇയാൾ പഠിച്ച വിഷയങ്ങളെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഇയാൾ പഠിച്ചു, എന്നിട്ട് അയാളെ CV എഴുതി ഐ നോ ദിസ് സ്കിൽ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കില്ലിനെ ഈവൻ ഹി ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ്, 5-6 വർഷം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ CV പ്രോപ്പറായിട്ട് ഷോക്കേസ് ചെയ്യാൻ, എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, എന്നെ വിഷയങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫ്രഷേഴ്സിനുള്ളൊരു പോയിൻ്റാണ്, അതായത് എക്സ്പീരിയൻസിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ഫ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിക്ക് എൻ്റർ ആവുന്നതിന് മുന്നേ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ. ബേസിക്കലി എൻ്റെ സിയറ്റ്നിലുള്ള ഈ കോഴ്സിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതായത് നമ്മളൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു 4-5 വർഷത്തെ QS എക്സ്പീരിയൻസിനെ നമ്മളൊരു 4 മാസം കൊണ്ട് സ്റ്റുഡൻസിന് കൊടുക്കും. ഓക്കെ, എൻ്റെ ഈ സെഗ്മെൻറ്റിൽ അവസാനത്തെ ക്വസ്റ്റ്യനും അത് കണക്ട് ചെയ്തിട്ടാണ്, സിയറ്റിനൊരു കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോൾ ഈ പോയിന്റ്സിലൊക്കെ താഴെ സാർ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു, നമ്മുടെ സ്റ്റുഡൻസിന് ഈ നോളേജ് കൊടുക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ നോളേജസ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ CV റീഡ് ചെയ്യണം, എങ്ങനെ CV പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതും ഇങ്ങനെ കണക്ട് ചെയ്യായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സിയറ്റിനത്തെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? സിയറ്റിനൊരു കോഴ്സ് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ ഒരു ലൈഫിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഞാനത് കരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റുഡൻറ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു നോളേജ് കൊടുക്കും. എന്നിട്ട് നമുക്കൊരു ആസ് ആൻ എൻട്രി ലെവൽ QSലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് അയാൾ എവിടെയാണ് പ്ലേസ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷന് വേണ്ട സ്കില്ലാണ് പിന്നെ നമ്മൾ കൊടുക്കുക.
ഓക്കെ. ആ സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പേഴ്സണൽ സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇൻറ്റേർണൽ സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല ഡിസ്കഷൻസും ഗ്രൂപ്പ് ഡിസ്കഷൻസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ GCC ബേസ്ഡ് ആയിട്ടുള്ള 3-4 പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യുന്നുണ്ട്. GCC അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രോജക്ട്സ്, ലൈവ് പ്രോജക്ട്സുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പ്ലസ് ഇതെല്ലാം, ഈ സ്കില്ലെല്ലാം അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കില്ലിനെ എങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്ലസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻ്റർവ്യൂവിൽ വരുന്ന ജനറൽ ക്വസ്റ്റ്യൻസ്, QS റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ട് അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് കൂടാതെ അവർക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ഫെസിലിറ്റീസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇൻറ്റേൺഷിപ്പ് അല്ല, അത് നമുക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു റിയൽ സൈറ്റ് ട്രെയിനിങ് ആണത്. ഓക്കെ. അതായത് സ്റ്റുഡൻസിന് ഇപ്പോൾ പല കമ്പനീസിലും, അതായത് നമ്മുടെ കേരളത്തിലുള്ള പല കമ്പനീസിലും അവർക്ക് ഡയറക്റ്റ് പോയിട്ട് ആ QSൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, അത് ആ ഒരു കമ്പനിയിൽ ഒരു QS ഉണ്ടാവും. അപ്പോൾ ആ QS എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ലൈവ് ട്രെയിനിങ് എക്സ്ട്രാ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഹി വിൽ ബി എ ബെസ്റ്റ് പ്രൊഫഷണൽ. ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പാകത്തിനുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട്, പ്രൊഫഷണലായിട്ട് മാറും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ അവസാനത്തെ സെഗ്മെൻ്റ് ആണ്, റാപ്പിഡ് ഫയർ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തത്സനോട് ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ. 1 ടൂൾ ഓർ സോഫ്റ്റ്വെയർ യു കാൺ ലീവ് വിത്തൗട്ട്? എക്സൽ. ഓക്കെ, ഗ്രേറ്റ്. GCC or Kerala? GCC. 1 mistake student should stop immediately? Procrastination. Tea or coffee? Tea. 1 book you would suggest? ഡെയിൽ കാർണഗിയുടെ ഒരു ഹൗ ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. Okay, great. Day or night? Day. 1 word that describes Vietnam? Empowering. Okay. എൻ്റെ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 piece of advice you want to give to audience? 1 piece of advice given to audience പറഞ്ഞാൽ, അതായത് ഇതിപ്പോൾ QSന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് അല്ല, അതായത് ഏതൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതായത് ഇഫ് ഹി ഫോളോ ദീസ് 3 things ഇൻ ഹിസ് ലൈഫ്, അതായത് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഹി വിൽ ബി സക്സസ്ഫുൾ ഇൻ എവറി ഫീൽഡ്. ഓക്കെ. ഒന്നാമത്തെ കാര്യം അൺകണ്ടീഷണൽ ലവ് ആണ്. ഓക്കെ. ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആരെയും സ്നേഹിക്കാതിരിക്കുക. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, ഒരു കണ്ടീഷൻ വെച്ച് ആരെയും സ്നേഹിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്, അതായത് നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണലി നമുക്ക് എന്ത് വേണം, നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ സാലറിയിൽ, നമ്മുടെ സിറ്റുവേഷനിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ജോബിൽ, എല്ലാ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആവണം. മൂന്നാമത് ഫൊർഗീവ്നെസ് ആണ്. ഫൊർഗീവ്നെസ് അതായത് വി ഹാവ് ടു ഫൊർഗീവ് എവറിത്തിങ്. അതായത് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ പേഴ്സൺ ഓഫ് ലവ്, കെയർ, ഫൊർഗീവ്നെസ്. സോ ഇൻ ദ സെയിം വേ നമ്മൾ എന്താണ്, ഫൊർഗീവ്നെസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ബൈ ഹാർട്ട്, ബൈ സോൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അട്രാക്ട് സക്സസ്. സക്സസ്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. സക്സസ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിത്തിങ്, ഇറ്റ് വിൽ കം ടു യു. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ.